നമ്മളിവിടെ ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ട് അടുക്കി വെച്ചതാണ്. അടുക്കി വെച്ചിട്ട് കോമ്പൗണ്ട് വാളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടിച്ചട്ടിയുമായി കോമ്പൗണ്ട് വാളുമായി. ഇതൊരു ഡൈയിൽ ഉണ്ടാക്കിയിട്ട് ഡൈ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡൈ ഉണ്ടാക്കിയിട്ട് ആ ഡൈയിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുക. ചെടിച്ചട്ടി ഉണ്ടാക്കിയതിൻ്റെ ശേഷം അത് അടുക്കി വെക്കുക. അടുക്കി വെച്ചിട്ട് നമ്മളത് പെയിൻറ്റ് ചെയ്ത് എടുത്തതാണിത്. അപ്പം ഞാനിതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടണം, അല്ലെങ്കിൽ 2 കട്ടയുടെ ഹൈറ്റിലൊരു ചെറിയൊരു വാൾ കെട്ടണം, അതിൻ്റെ മുകളിൽ ചെടിച്ചട്ടി വെക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇത് അന്വേഷിച്ച് നോക്കുമ്പം കട്ടയും ഇതെല്ലാം കൂടി വാങ്ങി നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒരു വാള് ഇത് മൊത്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു വാളിന് ഒരു 10-15 രൂപ വരും. കട്ട മേടിക്കണം, ബ്രിക്സ് മേടിക്കണം, അതുപോലെ തന്നെ അത് തേക്കണം, അതിൻ്റെ പണിക്കൂലി എല്ലാം അടക്കും. അപ്പം ഞാനിതെന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നമ്മൾ ഒരു ഡൈ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സ്വന്തം, അതായത് രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഓരോ ദിവസവും ഇരുന്നിട്ട് ഓരോ ബോക്സ് ഓരോ ചട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. ഏകദേശം ഒരു 2 മാസം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട്. നമ്മൾ തന്നെ വെച്ചതുമാണ്. അത് അടുക്കി വെച്ച് അത് പെയിൻറ്റിങ് എല്ലാം സ്വന്തമായിട്ട് ചെയ്തായതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടുന്ന കാശിന് ചെടിച്ചട്ടി കൂടി ആവുകയും ചെയ്ത് ശരീരത്തിനും രാവിലെ തന്നെ 1-1.5 മണിക്കൂർ അനങ്ങുന്നതുകൊണ്ട് അങ്ങനെയും ഒരു മെച്ചം അതിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തെടുത്തതാണിത്. 2 മാസം ആയിട്ടുണ്ട് ശരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് രാവിലെ 6 മണി ആയി കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം, ഇപ്പോൾ നടത്തം കഴിഞ്ഞ് 6 മണിക്ക് ശേഷം ഒരു 8 മണി വരെ ഓരോ ദിവസവും ചെയ്തതാണിത്. അങ്ങനെ ചെയ്തെടുത്തതാണ്, 2 മാസം കൊണ്ട് ചെയ്തെടുത്തതാണിത്. അതുപോലെ ഇതിൽ വേറെയും ഒരുപാട് വീഡിയോസ് ഉണ്ട്. വീഡിയോസൊക്കെ ഒന്ന് കാണുക, കണ്ടു കഴിഞ്ഞിട്ട് അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഡൈ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെടിച്ചട്ടിയുടെ അളവ് 50 സെന്റിമീറ്റർ നീളം, 30 സെന്റിമീറ്റർ വീതി, 36 സെന്റിമീറ്റർ ഉയരം, അതുപോലെ തന്നെ 3 സെന്റിമീറ്റർ കനം ഉള്ള ഒരു ബോക്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിനു കണക്കാക്കി 2 ബോക്സ് ഉണ്ടാക്കുക. ബോക്സ് എന്ന് പറയുമ്പോൾ 2 ഭാഗത്തും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിൽ ചെറിയ ബോക്സ് ഇറക്കി വെക്കുമ്പോൾ 3 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വേണം നിൽക്കാൻ. ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയ അളവ് പറഞ്ഞെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഉണ്ടാക്കാം. ഞങ്ങൾ ഉണ്ടാക്കിയത് ഏകദേശം 2 കട്ടയുടെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ബോക്സ് ആണിത്. നിങ്ങൾക്ക് ഇതിന്റെ അളവ് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കാം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒഴിവാക്കി വെച്ച എൻജിൻ ഓയിൽ എടുത്ത് വലിയ ബോക്സിന്റെ ഉൾഭാഗം ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉള്ളിൽ വെക്കുന്ന ചെറിയ ബോക്സിന്റെ ഭാഗവും നല്ലതുപോലെ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കോൺക്രീറ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു ചട്ടി എംസാൻഡ്, ഒരു ചട്ടി മീഡിയം സൈസ് ആയിട്ടുള്ള ബേബി മെറ്റൽ, വെള്ളം, പിന്നെ അതിലേക്ക് അരച്ചട്ടി സിമന്റ് എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം നേരെയുള്ള നിലത്ത് അടിയിൽ പേപ്പർ വിരിച്ചതിനു ശേഷം അതിന്റെ മുകളിൽ വലിയ ബോക്സ് വെക്കുക. അതിലേക്ക് ആദ്യം കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ അടിവശം ഒന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ ബോക്സ് ഇറക്കി വെക്കുക. ചെറിയ ബോക്സ് ഇറക്കി വെക്കുമ്പോൾ 3 സെന്റിമീറ്റർ പൊങ്ങിയായിരിക്കും നിൽക്കുക. ഇനി ഈ 2 ബോക്സിന്റെയും സെന്ററിലൂടെ ക്രോസ് ആയിട്ട് 2 കമ്പി കൊടുത്തിട്ടുണ്ട്, അത് കയറ്റി വെക്കുക. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഒരേ ഹൈറ്റിൽ പൊങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഇതിന്റെ നടുക്കായി ഹോൾ ഉണ്ടാവുകയും ചെയ്യും. ഈ 2 ബോക്സുകൾ തമ്മിൽ നീങ്ങിപ്പോകാതിരിക്കാനും കൂടിയാണ് ഈ കമ്പി കൊടുക്കുന്നത്. നീങ്ങിപ്പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടിയുടെ ഷേപ്പ് വ്യത്യാസമുണ്ടാകും. ഇനി ഈ 2 ബോക്സിന്റെ ഇടയിലേക്ക് സിമന്റ് നിറയ്ക്കുക. അതല്ലെങ്കിൽ വലിയ ബോക്സിൽ ചെറിയ ബോക്സ് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ അടിവശം ഫില്ലായിക്കോളും.
ആദ്യം പകുതി സിമന്റ് നിറച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡ് ഫിനിഷിംഗ് നല്ലതുപോലെ വരുവാൻ വേണ്ടിയിട്ട് കൂടിയാണ്. എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് കോൺക്രീറ്റ് എത്തണം. എന്നിട്ട് ഇതുപോലെ സൈഡ് നന്നായി ഒരു കത്തി എടുത്ത് മിനുക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ബോക്സിന്റെ അകത്ത് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉണങ്ങാൻ വെക്കണം. 1 മണിക്കൂർ ഉണങ്ങാൻ വെച്ചതിന് ശേഷം ചെറിയ ബോക്സ് എടുത്തപ്പോൾ സൈഡെല്ലാം പൊട്ടിയിട്ടുണ്ട്. വലിയ ബോക്സ് എടുത്തപ്പോൾ മൊത്തമായി പൊളിഞ്ഞു പോയത് കാണാം. ഇത് ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ചെടിച്ചട്ടി ഫുള്ളായി പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഇതുപോലെ ഡൈയിൽ കോൺക്രീറ്റ് ചെയ്ത് മുൻപരിചയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മാറ്റം വരുത്താനുണ്ടെന്ന് മനസ്സിലായി. ഇനി ഇതിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്താനുള്ളതെന്ന് നോക്കാം. അധിക സമയമൊന്നും ആവാത്തത് കൊണ്ട് നമ്മൾ ഈ കോൺക്രീറ്റ് തന്നെ ഒന്നുകൂടി എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേറൊരെണ്ണം ഉണ്ടാക്കാം. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ കാണാം പകുതി മുറിഞ്ഞ പോലെയുള്ള ഒരുപാടെണ്ണം കാണാൻ പറ്റും. അതെല്ലാം ഉണ്ടാക്കി നോക്കിയതാണ്. അതിനുശേഷമാണ് ഫൈനലായി എങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയത്. ഇനി നമ്മൾ ഇതിൽ വരുത്തിയ മാറ്റം എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ ബോക്സിന്റെ അടിഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. കാരണം അതിലേക്ക് നമുക്ക് കോൺക്രീറ്റ് നിറച്ച ശേഷം ഉണങ്ങി വരുമ്പോൾ ചെറിയ ബോക്സ് വലിച്ചെടുക്കുവാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒരു എയർ ടൈറ്റ് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെറിയ ബോക്സ് വലിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ കമ്പിയൊന്നും യൂസ് ചെയ്യുന്നില്ല. നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ അടിയിൽ വെച്ച പേപ്പറല്ല. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. വേറൊന്നുമല്ല, കോൺക്രീറ്റ് നിറയ്ക്കുന്നു, കുത്തിക്കൊടുക്കുന്നു. ഇതെല്ലാം ഒരേ ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി കത്തി ഉപയോഗിച്ച് ലെവലാക്കി കൊടുക്കുക. മുമ്പേ എടുത്ത പോലെയല്ല, ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സൈഡ് ഒന്ന് ചെറുതായി പൊട്ടിപ്പോയതൊന്ന് റെഡിയാക്കണം. അത് കത്തി വെച്ച് ഒന്ന് റെഡിയാക്കി കൊടുത്തു. ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് നല്ല മഴക്കാലത്തായതുകൊണ്ട് തന്നെ സിമന്റ് സെറ്റ് ആകാൻ 3 മണിക്കൂറൊക്കെ എടുത്തു. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതിയാകും. എന്നിട്ട് മുകളിലെ ചെറിയ ബോക്സ് മാറ്റിയ ശേഷം അടിയിൽ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുക. അല്ലാതെ ആദ്യം പറഞ്ഞതുപോലെയും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അതിനേക്കാൾ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് പണിയെടുക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ ബോക്സ് ശരിക്കും ഉണങ്ങിയതിന് ശേഷമേ അഴിച്ചെടുക്കാവൂ. ഞങ്ങൾ ഇത് 8 മണിക്കൂർ കഴിഞ്ഞാണ് അഴിച്ചെടുത്തത്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടി ഡ്രില്ല് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിയിലെ സിമന്റ് വെച്ച ഭാഗത്ത് ഡ്രിൽ ചെയ്ത് കൊടുത്താണ് ഇവിടെ ഹോൾ ഉണ്ടാക്കിയത്. ഇതിന്റെ നേരെയാണെങ്കിൽ ഹോൾ ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇനി ചില അപ്ഡേഷൻസ് നോക്കാം. ബോക്സിന്റെ അടിഭാഗം ഒഴിവാക്കി അവിടെ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നില്ലേ, അതിൽ ഒരു കമ്പി കടത്തി വെച്ചാൽ നമുക്ക് ഹോൾ കിട്ടും. അതുപോലെ ഇതൊരു ക്യാനിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൽ എളുപ്പത്തിൽ സിമന്റ് നിറയ്ക്കാൻ പറ്റും. ഇതുപയോഗിച്ച് എളുപ്പത്തിൽ സിമന്റ് ഇടാൻ പറ്റും. ഉണ്ടാക്കിയ ബോക്സ് എല്ലാം ഇവിടെ അടുക്കി വെച്ച് അതിന്റെ ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടി എല്ലാം കൊണ്ട് നിരത്തി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ മണ്ണ് നിറയ്ക്കുകയാണ് വേണ്ടത്. അതിനായി മണ്ണും മണലും മിക്സ് ചെയ്തെടുക്കുക. ബോക്സിൽ ഇത് ഇടുന്നതിന് മുന്നേ ആയിട്ട് ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത മണ്ണും മണലും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൽ ഗ്യാപ്പ് എല്ലാം ഫിൽ ചെയ്ത് ചെടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് വൈറ്റ് വാഷ് ചെയ്തു കൊടുത്തു. ഇനി ഇതിന്റെ മുകളിലായി പെയിന്റ് അടിച്ചു കൊടുക്കണം. അതിന്റെ മുകളിൽ നമുക്ക് ഒരു കോട്ട് കൂടി അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചട്ടിക്കകത്ത് കുറ്റിക്കുരുമുളകാണ് നട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മുന്തിരിയും കുഴിച്ചിട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ ചെടിച്ചട്ടിയുടെ താഴെയുള്ള മതിലൊക്കെ ഒന്ന് തേച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇനി കൊണ്ടുവച്ച ചെടിച്ചട്ടിക്കു ബോർഡർ കൊടുക്കുവാനായി ഒരേ അളവിൽ മാസ്കിംഗ് ടാപ്പ് ഒട്ടിച്ച ശേഷം അതിന്റെ ഉള്ളിൽ പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി. പെയിന്റിംഗ് അറിയാവുന്നവർ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ ലൈൻ ഇട്ടു കൊടുത്തു. ഇനി നമ്മൾ ഈ മാസ്കിംഗ് ടാപ്പ് പൊളിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഇത് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ടച്ച് ചെയ്തു കൊടുക്കുക. ഇനി നമ്മൾ വീടിന്റെ അകത്ത് വെക്കാനായി ഒരു ചെടിച്ചട്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.